In the shadow of the Darjeeling Hills in West Bengal, there is a city called Siliguri. Around 50 kilometers away from Siliguri, there is a remote village named Bidhanagar. In those areas, there are where tribals known as Sadri tribes live. Sadri tribes mainly work in tea plantations. Sadri tribes face daunting struggles of poverty, alcoholism, and lack of education. Amidst this despair, a compassionate missionary from Kerala, India, named Jomanjani emerged as a beacon of hope in 2017. Through education and teachings of Jesus Christ, he ignited change within the heart of tribal community. Some families began to embrace Jesus Christ as their Lord and Savior, and their lives were transformed. Stay tuned to watch Faith Warriors Ministries YouTube channel to witness this inspiring journey of Jomanjani at Sadri village of Siliguri. ഇന്ത്യൻ സംസ്ഥാനമായ വെസ്റ്റ് ബംഗാളിലെ ഒരു ചെറുപട്ടണമായ സിലിഗുരി ഇന്ത്യൻ സൈനിക ഭൂപടത്തിൽ തന്ത്രപരമായ ഒരു സ്ഥാനം ഈ സിലിഗുരി നിർവഹിക്കുന്നുണ്ട്. കാരണം നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഒരു പ്രദേശമാണ് സിലിഗുരി. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ നിതാന്തമായ ജാഗ്രതയും ശ്രദ്ധയുമെല്ലാം പതിഞ്ഞിട്ടുള്ള പ്രദേശം. ഇന്ത്യയുടെ സൈനിക താവളങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഈ സിലിഗുരിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്ററോളം സിലിഗുരിയുടെ ഗ്രാമാന്തരങ്ങളിലേക്ക് നാം ഒന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ അക്ഷരത്തിൻ്റെ വെളിച്ചം എത്തിച്ചേർന്നിട്ടില്ലാത്ത, ഭാഷ കൊണ്ടും സംസ്കൃതികൾ കൊണ്ടുമെല്ലാം വിഭിന്നമായ ചില ഗ്രാമങ്ങളിലേക്ക് നാം എത്തിപ്പെടുകയാണ്. അത്തരത്തിലുള്ളതായ മോത്തി നഗർ, ബിധാൻ നഗർ എന്നീ ഗ്രാമങ്ങളിലേക്ക് ഇന്ത്യയുടെ ഇങ്ങേ തലക്കൽ നിന്ന്, കേരളത്തിൽ നിന്ന്, അല്ലെങ്കിൽ അങ്കമാലിയിൽ നിന്ന് ഒരു അങ്കമാലിക്കാരൻ കടന്നു ചെല്ലുന്നു. അവിടെ ചില ആത്മീക നവോത്ഥാന കർമ്മ പദ്ധതികൾക്ക് രൂപം കൊടുത്ത ആ ചെറുപ്പക്കാരനുമായിട്ടുള്ള ഒരു അഭിമുഖമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. വെൽക്കം മിസ്റ്റർ ജോമോൻ ജോണി. ഈ ടോക്ക് ഷോയിലേക്ക് അങ്ങയെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഫെയ്ത്ത് വാരിയേഴ്സ് മിനിസ്ട്രി നടത്തുന്ന ഈ ടോക്ക് ഷോയിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള ഹൃദയംഗമായ നന്ദി ഞാൻ അറിയിക്കുന്നു. ഉജ്ജ്വലമായ ചില കാഴ്ചപ്പാടുകളിലൂടെ, കാൽവെപ്പുകളിലൂടെ വെസ്റ്റ് ബംഗാളിലെ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെയുള്ള ഗ്രാമവാസികളുടെ, ഗോത്രവർഗക്കാരുടെ ആത്മീക ഉന്നമനത്തിനും അതുപോലെ അവരുടെ മാനസിക പരിവർത്തനത്തിനുമൊക്കെ കാരണമാവുന്ന ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അങ്ങയുമായിട്ട് ഒരു അഭിമുഖം നടത്തുവാൻ, താങ്കളുടെ ജീവിത അനുഭവങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഒരു അങ്കമാലിക്കാരൻ എന്ന നിലയിൽ എനിക്കും വ്യക്തിപരമായി വളരെ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ ശ്രോതാക്കളും വളരെ താല്പര്യത്തോടുകൂടി കാത്തിരിക്കുകയാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടന്നാലോ? കടക്കാം. അങ്കമാലിയിൽ എവിടെയാണ് അങ്ങയുടെ വീട്? എന്താണ് കുടുംബവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ എന്താണ്? അങ്കമാലി ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിലായിട്ട് കിഴക്കങ്ങാടി പറയുന്ന ഒരു ചെറിയ കവലയുണ്ട്. അവിടെ ചാലിശ്ശേരി വീട്ടിൽ ജോണിയുടെയും മേഴ്സിയുടെയും മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. ഓക്കെ. എൻ്റെ അപ്പൂപ്പൻ്റെ പേര് ജോസഫ് എന്നാണ്. അപ്പൂപ്പൻ അങ്കമാലി ടൗണിൽ ഫാഷൻ പ്രിൻറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്രസ് നടത്തുകയായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയായിരുന്നു? അങ്കമാലിയിൽ തന്നെ ആയിരുന്നു വിദ്യാഭ്യാസം? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത് അങ്കമാലി സെൻറ്റ് ജോസഫ് സ്കൂളിലാണ്. അതിനുശേഷം ഞാൻ കളമശ്ശേരി സോഷ്യൽ ITIയിൽ പ്രിൻ്റ് ആൻഡ് ടെക്നോളജിയാണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ അങ്കമാലി SM പ്രിൻറ്റേഴ്സിലും കൃപ പ്രിൻറ്റേഴ്സിലൊക്കെ കുറച്ച് നാളെ ജോലി ചെയ്യുകയായിരുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് ഉള്ളൊരു കാൽവെപ്പ് പഠനത്തിന് ശേഷം ആരംഭിക്കുകയായിരുന്നു അല്ലേ? ഓക്കെ. അങ്ങയുടെ കുടുംബത്തിൻ്റെ ആത്മീക പശ്ചാത്തലം അത് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഒരു ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തന്നെ ഏത് ക്രിസ്തീയ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു. അവൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുമൂലം തൻ്റെ മക്കളെയും ആ വഴിയിലൂടെ തന്നെയാണ് എൻ്റെ അപ്പൂപ്പൻ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ബ്രദറൻ സഭാ പാശ്ചാത്തലമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്കമാലി കിഴക്കൻ ബ്രദർ സഭയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്കമാലി കിഴക്കേ സഭ എന്നറിയപ്പെടുന്ന ഈസ്റ്റ് ബ്രദറൻ അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട്, അത് അങ്കമാലിയിലെ ഇലക്ട്രിസിറ്റി ഓഫീസിന് എതിർവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ സഭ ആത്മീക ബന്ധങ്ങളിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ ഒരു ആത്മീക പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അങ്ങനെയുള്ള കൂട്ടായ്മകളിലൊക്കെ കൃത്യമായ ദൈവവചന പഠനം, അതുപോലെ സൺഡേ സ്കൂൾ അഭ്യസനം, അതൊക്കെ അവർ കൃത്യമായിട്ട് നൽകുന്ന ഒരു രീതി ഉണ്ടല്ലോ. ആ രീതിയിൽ കൃത്യമായ സൺഡേ സ്കൂൾ അധ്യാപനം അതൊക്കെ ലഭിക്കാനിടയായിട്ടുണ്ടോ? അതേക്കുറിച്ചുള്ളതായ ഓർമ്മകൾ എന്താണ്? എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു നിർബന്ധം തന്നെയായിരുന്നു സൺഡേ സ്കൂളിൽ പോകണം എന്നുള്ളത്. എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മിഷണറി സൂട്ടറിൻ്റെ അടുത്ത് നിന്ന് വളർന്ന മനുഷ്യനാണ്. സൂട്ടറിൻ്റെ കീഴിൽ നിന്നതുകൊണ്ട് ഒരു ആത്മീയ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ള ശിക്ഷണം ഗ്രാൻഡ് ഫാദറിന് ലഭിച്ചിരുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ അപ്പച്ചനായാലും അദ്ദേഹം ഊരമന സഭയുടെ എൽഡറായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഒരു നിർബന്ധമായിരുന്നു ഞങ്ങൾ സൺഡേ സ്കൂളിൽ പോകണം, പഠിക്കണം എന്നുള്ളത്. പിന്നെ എൻ്റെ മാതാവിനും അത് വലിയ താല്പര്യമുള്ള കാര്യമായിരുന്നു. അപ്പച്ചൻ കുറച്ചു നാൾ പിന്മാറ്റത്തിലേക്ക് ആയിരുന്നെങ്കിലും അപ്പച്ചനും സൺഡേ സ്കൂളിൽ പോകണം എന്നുള്ളത് വളരെ ഒരു നിർബന്ധമുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഒരു സൺഡേ സ്കൂൾ ജീവിതം ഞങ്ങൾക്ക് ചെറുപ്പത്തിലേ കിട്ടിയിരുന്നു. വേർപെട്ട ദൈവ വിശ്വാസികളുടെ അവർ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രധാന മൂല്യം എന്നുള്ളത് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സഭായോഗങ്ങൾ, സൺഡേ സ്കൂൾ അതുപോലുള്ള ആത്മീക പശ്ചാത്തലത്തിലൂടെ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ചെറുപ്പത്തിൽ തന്നെ എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും. കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായി പഠിച്ചത് സൺഡേ സ്കൂളിലും മറ്റുള്ള ആത്മീയ മീറ്റിങ്ങുകളിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയത്. സൺഡേ സ്കൂളിൽ അതിനു വേണ്ടി നമ്മളെ പ്രിയ ലിജോ സാറ്, ജെയിംസ് സാറ്, ജെ കുട്ടിച്ചേട്ടൻ, കുട്ടൻ സാറ്, ലാൽ സാറ്, ജോമോൻ സാറ്, ഇങ്ങനെ എല്ലാ വലിയൊരു നീണ്ട നിര തന്നെയുണ്ട്. അവര് അതിനായിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് ഒരു ദിവസം അവധി ഉണ്ടായാൽ പോലും നമ്മുടെ സഭയിലേക്ക് വിളിച്ച് നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി അവർ അതിനായിട്ട് നമ്മൾ തയ്യാറാക്കുകയായിരുന്നു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഞാൻ 1996 ഒരു VBSൽ വെച്ചാണ് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നത്. പക്ഷേ അതൊരു ശരിയായ ഒരു രക്ഷയായിരുന്നു എന്ന് എനിക്ക് തന്നെ ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് കുറച്ച് നാൾ ഒരു ചെറിയ പിന്മാറ്റ ജീവിതമായിരുന്നു. രക്ഷിക്കപ്പെട്ട് അതിനുശേഷം കുറച്ച് കൂട്ടുകെട്ടുകളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. നമ്മൾ അങ്ങനെ നടക്കുന്ന സമയത്ത് വീണ്ടും നമ്മുടെ മനസ്സിൽ ചില സമയത്ത് മനമാറ്റം ഉണ്ടാവായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഹോളിൽ കടന്ന് ചെല്ലും, പിന്നെ കുറച്ച് നമ്മളത് 1-2 പോയി പിന്നെ അത് നിർത്തും. പക്ഷെ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുമെന്ന് പറയുന്ന പോലെ എൻ്റെ അമ്മയുടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ഇതിലെല്ലാം. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പിന്നീട് എന്നിലൊരു മാറ്റം സംഭവിക്കുകയും ഞാൻ പിന്നീട് സഭയിൽ കടന്നു ചെല്ലുവാനും പിന്നീട് അവിടെ നിന്ന് എനിക്ക് വചനം പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ നമ്മൾ GTC പെരുമ്പാവൂരിലേക്ക് കടന്നു പോവുകയും ചെയ്തു. അവിടെ ചെന്നു നമുക്ക് അവിടുത്തെ ആ ആത്മീയ അന്തരീക്ഷമെല്ലാം വളരെ ഇഷ്ടമായി. പക്ഷേ അവിടെ ഒരു കുറച്ച് നാൾ പഠിച്ചതിന് ശേഷം എനിക്ക് എൻ്റെ ശരീരത്തിൽ ചില ബുദ്ധിമുട്ടുകൾ വരികയും ഭവനത്തിലെ സാഹചര്യങ്ങൾ അല്പം മോശമായി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് നിർത്തി വരേണ്ടതായ ആവശ്യകത വന്നു. നിർത്തി പോകുന്നതിന് ശേഷം പിന്നെ എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ ഒരു പ്രയാസമായി തുടങ്ങി. കാരണം സഭ എന്നെ വലിയൊരു പ്രതീക്ഷയോട് കൂടിയാണ് GTCയിലേക്ക് പറഞ്ഞു വിട്ടെ. പല ആളുകൾക്കും അതിൽ വളരെ സന്തോഷമായിരുന്നു. അവരുടെ സന്തോഷമെല്ലാം ഞാൻ തല്ലിക്കെടുത്തിയ മാതിരി എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ സഭയിൽ നിന്ന് പിന്നെയും ഒരു പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ വന്നു, ഒരു ഒറ്റപ്പെട്ട ഒരവസ്ഥ. അങ്ങനെ എൻ്റെ ട്രാക്ക് മാറി ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങി. വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് പിന്നെ എൻ്റെ ജീവിതം വഴിമാറുകയാണ്. അപ്പോൾ മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം വലിയ തിന്മ നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക്, അതെ, ഏറ്റവും ഒരു അഗാധമായ ഒരു താഴ്ചയിലേക്കുള്ള വലിയ ഒരു പാപത്തിന്റെ ഒരു യാത്രയായിരുന്നു. വളരെ ദുഃഖത്തോടു കൂടിയൊക്കെ ആയിരിക്കും ഇപ്പോൾ ഒരു പക്ഷേ ആ നാളുകളെ കുറിച്ചൊക്കെ ഓർക്കുന്നത്, അല്ലെ? തീർച്ചയായും. ആ യാത്ര ചെന്ന അവസാനിച്ച ജയിൽവാസത്തിലേക്കാണ് ചെന്ന അവസാനം. അത്രയും ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പോയി. 2 പ്രാവശ്യത്തോളം ഞാൻ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നു. എൻ്റെ ആദ്യത്തെ കേസിൽ ഞാൻ 3 മാസത്തോളം ആലുവ സബ് ജയിലിൽ കിടന്നു. എൻ്റെ രണ്ടാമത്തെ കേസിൽ ഞാൻ 2-3 ആഴ്ചയോളം സബ് ജയിലിൽ കിടക്കേണ്ടായിരുന്നു.
ഞാൻ മദ്യത്തിന് നല്ല അടിമയായിരുന്നു. ഞാനൊരു രാവിലെ തുടങ്ങി മദ്യം കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. അങ്കമാലി ടൗണിൽ മദ്യം കഴിച്ച് കിടക്കുന്ന അവസ്ഥയിൽ വരെ എത്തി. പിന്നെ ഞാൻ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് ഈ പറഞ്ഞ മാതിരി നാട്ടുകാർക്കും ഒക്കെ നമ്മളെപ്പോഴും തല്ലും ഒച്ചപ്പാടും ബഹളവും, പോലീസ് നമ്മൾ അന്വേഷിച്ച് വീട്ടിൽ വരും. നാട്ടുഭാഷയിൽ പറഞ്ഞാൽ പാമ്പാവും. നാട്ടുകാർക്ക് മൊത്തം തലവേദനയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ വീട്ടിൽ വരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് എത്തി. ഇങ്ങനെയൊക്കെ പോകുമ്പോ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഇങ്ങനെ ഒരു ജീവിതം വേണോ? ഇതങ്ങ് അവസാനിപ്പിച്ച് കളഞ്ഞാലോ? തീർച്ചയായും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും. ആ മദ്യപാനത്തിന്റെ ആ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ നിരാശ നിറഞ്ഞ ഒരു സ്റ്റേജാണ്. മദ്യം ഒരു സമാധാനം നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ഇത് ആരംഭിക്കുന്നത്, അല്ലേ? മദ്യത്തിൽ ശരണം തേടുന്നത് ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടും, എല്ലാം മറക്കാമെന്ന് കരുതിയ. പക്ഷേ ഇത് വീണ്ടും വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്, അല്ലേ? നമ്മെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് മദ്യം നമ്മെ എത്തിക്കും. അതെ, അത് വലിയൊരു അഡീഷൻ ആണ്. അതായത് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ഭയമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേ എന്നുള്ള വലിയ ഭയത്തോടുകൂടിയാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ. ഇത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഭയം ഉള്ളതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോയി കുറച്ച് കുടിക്കണം. വീണ്ടും ഭയം മാറ്റാൻ വേണ്ടി കുറച്ച് കുടിക്കണം. ഈ ഭയം മാറ്റാൻ വേണ്ടി നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. പിന്നെ അത് കിട്ടാതായി കഴിഞ്ഞാൽ അതിൻ്റെ വിത്ഡ്രോൾ സിൻഡ്രംസ് എല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനു വേണ്ടി പണം കണ്ടെത്തേണ്ട ആവശ്യമുണ്ടല്ലോ, അല്ലേ? വലിയൊരു ചെലവുണ്ട്. അപ്പൊ പണം കണ്ടെത്താനായിട്ട് മറ്റെന്തെങ്കിലും മാർഗങ്ങൾ? അതെ, പണം കണ്ടെത്താൻ നമ്മൾ ഇപ്പൊ വീട്ടിൽ തേങ്ങയായിരിക്കും, തേങ്ങ കൊണ്ടേ വിൽക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങി. കാരണം ഇത് കിട്ടാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി തുടങ്ങി. ആളുകളെ ഫേസ് ചെയ്യാൻ ഒട്ടും പറ്റാത്ത അവസ്ഥ. അത് രാവിലെ എഴുന്നേറ്റ് പോയി സാധനം മേടിച്ചുകൊണ്ട് വീട്ടിലിരുന്ന് കഴിച്ച് പിന്നെ പുറത്തിറങ്ങാല്ല, വൈകുന്നേരം പിന്നെയും പോയി മേടിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. ലാസ്റ്റ് ആ നിരാശയുടെ അന്തിമ സമയത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി ഇങ്ങനെ ജീവിച്ചിട്ടൊന്നും കാര്യമില്ല, അവസാനിപ്പിക്കുക. 2 പ്രാവശ്യം ശ്രമിച്ചു. പിന്നെ ലാസ്റ്റ് എൻ്റെ കൂട്ടുകാരന്മാർക്ക് തന്നെ ഞാൻ തലവേദനയായിട്ട് മാറി. കാരണം അവർ പറയുന്നിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കുന്നില്ല. ഇവനവിടെ നിന്ന് കയറും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ആ കേസുകൾ സോൾവ് ആക്കാൻ ഇവരും എൻ്റെ അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. അങ്ങനെ ലിജോ സാറും നമ്മുടെ ചില കൂട്ടുകാരന്മാരും കൂടി മുൻകൈ എടുത്താണ് എന്നെ ഡി അഡിഷൻ സെന്ററിൽ അങ്കമാലി LF ഹോസ്പിറ്റലുള്ള CJ ജോസഫ് സാറിൻ്റെ അടുത്തേക്ക് വിടുന്നത്. ഡി അഡിഷൻ സെന്ററിൽ നമ്മൾ കെയർ ചെയ്ത കാര്യങ്ങൾ പ്രിയ CJ ജോസഫ് സാറും പിന്നെ ഒരു സിസ്റ്റർ ലിൻസി, സിസ്റ്റർ മായ, അവരുടെ കൗൺസിലിങ്ങും അങ്ങനെ ആണ് ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഇനിയും ഇതവിടെ നിർത്തണം, ഒരു നല്ലൊരു മകനായിട്ട് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം അപ്പോഴാണ് മനസ്സിലേക്ക് കടന്നത്. അപ്പോൾ നാടിനും നാട്ടുകാർക്കും അതുപോലെ വീടിനും വീട്ടുകാർക്കും ഒന്നും വേണ്ടാത്തവനായിട്ട് അവർക്കെല്ലാം തലവേദനയായിട്ട് ജീവിച്ച ഒരു കുറച്ച് കാലഘട്ടം, കുറച്ച് വർഷങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് പോകുന്നു. അവിടെ നിന്ന് കിട്ടിയ ചികിത്സകൾ, അവരുടെ കൗൺസിലിംഗ്, അപ്പോൾ തന്നെ സഭയിൽ നിന്നും ബന്ധപ്പെട്ട എനിക്ക് തോന്നുന്നു പ്രിയ ലിജോ സാറാണ് ആ കാര്യത്തിൽ കൂടുതൽ ഫോളോ അപ്പ് ചെയ്യുകയും പുതിയൊരു ജീവിതത്തിലേക്കുള്ള മടങ്ങി വരവിനൊക്കെ ശ്രമിച്ചതെന്ന് ഞാനും മനസ്സിലാക്കുന്നു. അങ്ങനെ നിരന്തരമായ ഈ പരിശ്രമത്തിലൂടെയൊക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു അത്ഭുതം തന്നെയാണ്. അന്ന് CJ ജോസഫ് സാർ പറഞ്ഞ ഒരു അഭിപ്രായമാണ് എൻ്റെ ജീവിതത്തെ എനിക്ക് തോന്നുന്നു ഒരു ടേണിംഗ് പോയിന്റ് ആയത്. CJ ജോസഫ് സാർ പറഞ്ഞത് ഇനിയും ജോമനോട് നിൽക്കണ്ട, ജോമൻ അങ്കമാലിയിൽ നിന്ന് ഒന്ന് മാറി കുറച്ച് നാളത്തേക്ക് മാറിയതിന് ശേഷം നമുക്ക് നോക്കാം ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെയാണ് എന്നെ കോയമ്പത്തൂരിലേക്ക് മാറ്റുന്നത്. പ്രിയ ലിജോ സാറാണ് അതിന് മുൻകൈ എടുത്തത്. അങ്ങനെ ഞാൻ കോയമ്പത്തൂരിലേക്ക് കടന്നോണേ. കോയമ്പത്തൂരിലേക്ക് കടന്നു ചെന്ന് അവിടെ എങ്ങനെയാണ്, അവിടെ എവിടെയാണ് ചെന്ന് നമ്മൾ താവളം ഉറപ്പിക്കുന്നത്, തുടർന്ന് അവിടെ എന്ത് കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്, അതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? കോയമ്പത്തൂരിലേക്ക് ഞാൻ കടന്നത് ജോസഫ് രാജൻ സഹോദരൻ്റെ അടുത്തേക്കാണ്.
അദ്ദേഹം സുവിശേഷകനാണ്. അദ്ദേഹത്തിന്റെ അനിയനും സുവിശേഷകനാണ്. അദ്ദേഹത്തിന്റെ പേര് ജോർജ് മനേഷ് എന്നാണ് പേര്. ജോർജ് എന്ന അവിടെ ഒരു അസംബ്ലി ഉണ്ട്, കോവൈ പുത്തൂർ ബ്രദറൻ ചർച്ച്, ഇന്ത്യൻ ബ്രദറൻ ചർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ആണ് ഞാൻ കടന്നു ചെല്ലുന്നത്. അവിടെ കടന്നു ചെന്ന് ഞാൻ അവിടെയും എനിക്ക് കിട്ടിയത് ബൈബിള് പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രസ്സിലാണ് എനിക്ക് ജോലി ലഭിച്ചത്. കുറച്ച് നാളാകാൻ ഞാൻ അവിടെ ജോലി ചെയ്തു. പക്ഷെ അവിടെയും എനിക്ക് ഈ ശരീരത്തിൻ്റെതായ ബുദ്ധിമുട്ട്, ഈ മഷിയുടെ ഒക്കെ ഒരു അലർജിയുടെ ഒക്കെ പ്രശ്നം കടന്നു വന്നു. പക്ഷെ അവിടെ ആയിരിക്കുമ്പോൾ ആ സഭയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ആ സഭയിൽ എനിക്ക് വചനം പഠിക്കാനും ഇത് ആ സമയത്ത് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തായിരുന്നു സഭ. അപ്പോ ഈ സഭാ ഹാളിൽ തന്നെ ആയിരുന്നു താമസിച്ചിരുന്നത്? അതെ, സഭാ ഹാളിൽ തന്നെ താമസിക്കുന്നു. ഒറ്റപ്പെട്ട സ്ഥലത്ത് ആനയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലത്ത് നമ്മൾ രാത്രി ഒറ്റയ്ക്ക് താമസിക്കുന്നു. അപ്പൊ അവിടെ വെച്ച് ഞാൻ രാത്രി പാട്ടൊക്കെ പാടും. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളൂല്ലോ. അപ്പൊ ഒറ്റയ്ക്ക് പാട്ടൊക്കെ പാടാനും ബൈബിളൊക്കെ വായിക്കാനും ഒക്കെ തുടങ്ങി. ശരിക്കും രക്ഷയുടെ ഒരു അനുഭവം എനിക്ക് മനസ്സിലാകുന്നതും അതേമാതിരി തന്നെ ഞാൻ ദൈവവേലയ്ക്കായിട്ട് സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു ബോധ്യം എനിക്ക് ആ സമയത്ത് ഉടലെടുത്തത്. അപ്പോൾ കോയമ്പത്തൂർ കോവൈ പുത്തൂർ സഭയിൽ ചെല്ലുന്നു. അവിടെ ആ സഭാകളിൽ തന്നെ താമസിക്കുന്നു. അവിടെയുള്ള ഏകാന്തമായ രാത്രികാലങ്ങൾ, ഈ ഏകാന്തതയുടെ അനുഭവത്തിൽ ഒരു ദൈവിക ശബ്ദം കേൾക്കാനായിട്ട് ഇടയായി തീർന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കും അല്ലേ? കർത്താവ് സംസാരിപ്പാൻ ഇടയായി തീർന്ന രാത്രികൾ ഉണ്ടായി. യഥാർത്ഥമായ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക്, യഥാർത്ഥമായിട്ടുള്ള ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. പാപങ്ങൾ ഏറ്റുപറയുന്നു. കഴിഞ്ഞകാല ജീവിതങ്ങൾ അല്ലെ, വല്ലാത്ത ജീവിതങ്ങളൊക്കെ അത് കർത്താവിൻ്റെ സന്നിധിയിൽ അവിടെ വെച്ച് ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞാൽ, നമുക്ക് സുവിശേഷങ്ങളിലേക്കൊക്കെ വരുമ്പോൾ മുടിയനായ പുത്രൻ പിതാവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവം ഉണ്ട്. അവിടെ വെച്ച് പറഞ്ഞു അവന് സുബോധം ഉണ്ടായി എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ കഴിഞ്ഞ ജീവിത നാളുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥമായിട്ട് പറയാൻ പറ്റും, സുബോധം നഷ്ടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ബാല്യകാലത്ത് രക്ഷിക്കപ്പെട്ടു എന്ന ഒരു സംഭവം ഉണ്ടായെങ്കിലും സുബോധം നഷ്ടപ്പെട്ടു പോയി, പിതാവിൽ നിന്ന് അകന്നുപോയി. എന്നാൽ ചില ഏകാന്തതയുടെ അനുഭവങ്ങളൊക്കെ ഈ പിതാവിനെ അറിയാനായിട്ടിടയായി. അങ്ങനെ ഒരു മടങ്ങിവരവ് ഉണ്ടാകുന്നു അല്ലേ? അത് ദൈവത്തിന്റെ വലിയൊരു കരുണ, വലിയൊരു പദ്ധതി ആണ് അല്ലേ? അതെ, ഞാൻ എപ്പോഴും ഈ മുടിയനായ പുത്രന്റെ സ്റ്റോറി ഞാൻ വളരെയധികം പഠിക്കുകയും വായിക്കുകയും ചെയ്ത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഞാനിത് എൻ്റെ ഈ പിന്മാറ്റത്തിൽ പോയി ഞാൻ കർത്താവിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ലിജോ സാറിന് ഒരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. ആ ഗിഫ്റ്റിൽ ഞാൻ ഇങ്ങനെയാണ് എഴുതിയത്: മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ ചേർത്ത് പിടിച്ച സ്നേഹത്തിന് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ലെറ്റർ എഴുതിയത്. പിന്നീട് അവിടെ നിന്ന് ഒരു മിഷൻ ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യാത്രയുണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് അതിൻ്റെ അനുഭവങ്ങളൊക്കെ? ഞാൻ വിചാരിക്കുന്നത് ഈ കോവൈ പുത്തൂരിൽ എൻ്റെ ജീവിതം, ഞാൻ മിഷൻ ട്രിപ്പിനായിട്ട് പോകുന്നതൊക്കെ പിന്നീട് ഒരു വലിയ അത്ഭുതങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. അത് എങ്ങനെയൊക്കെ വർണ്ണിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. അൽവാർ ബൈബിൾ കോളേജിൽ പോയി ഒന്ന് പഠിച്ച് വന്നിട്ട് നോർത്ത് ഈസ്റ്റിൽ ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് തിരിയാം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം എന്നിലൂടെ എടുത്തു. ആ സമയത്താണ് നമ്മൾ സിൽഗിരിയിൽ നിന്ന് ബില്ലി പി ജേക്കബ് അങ്കിൾ കടന്നു വരുന്നത്. അദ്ദേഹം പ്രൊജക്ടറൊക്കെ വെച്ച് അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നി. അങ്ങനെയാണ് ഞാൻ സിലിഗുരിയിലേക്ക് കടന്നു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മിഷൻ ട്രിപ്പായിട്ടാണ് ഞാൻ സിലിഗുരിയിലേക്ക് കടന്നു പോകുന്നത്. പക്ഷേ അവിടെ എല്ലാം പിന്നീട് ദൈവം കാണിക്കുന്ന വലിയ വലിയ അത്ഭുത പ്രവർത്തികളും അവൻ്റെ പ്ലാനൊക്കെയാണ് അവിടെ എനിക്ക് കാണിച്ച് തരുന്നത്. കർത്താവിൻ്റെ വലിയൊരു പദ്ധതി അവിടെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ സിലിഗുരിയിലേക്ക് മിഷൻ ട്രിപ്പിന് വേണ്ടി കടന്നു ചെല്ലുന്നു. അങ്ങനെ പിന്നീട് അത് എങ്ങനെയാണ് അവിടെ അത് പുരോഗമിച്ചത്? ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിനെ ടച്ച് ചെയ്തത് ഈ വില്ലേജുകളിലേക്ക്, ആദിവാസികളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള അവസ്ഥയും അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിനെ സ്പർശിച്ചത്.
പിന്നെ നമ്മൾ നോക്കുമ്പോഴൊക്കെ റോഡിൽ ഏത് സമയം ഇങ്ങനെ സ്ത്രീകളടക്കം മദ്യപിച്ച് വഴി കിടക്കുന്ന ഒരു അവസ്ഥ, അവിടുത്തെ ഗ്രാമാന്തരീക്ഷങ്ങളൊക്കെ അന്തരീക്ഷം ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു ഫീല് എന്ന് പറയുന്നത്, മദ്യപിച്ച് വഴി കിടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് എന്നെ തന്നെയാണ്. ഞാൻ തന്നെയാണ് ആ കിടക്കുന്നത്, പഴയ ജോമോൻ തന്നെയാണ് ആ കിടക്കുന്നത്. അപ്പൊ അവരുടെ ഇടയിൽ ഒരു പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് കിടന്നു. കാരണം മദ്യപന്മാരെ കുറിച്ച് അറിയണമെങ്കിൽ മദ്യപന്മാർക്ക് തന്നെ മനസ്സിലാവുള്ളൂ അവർ ഏതൊക്കെ ഫീലിങ്സിലൂടെ കടന്നു പോകുന്നത്, അവരുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടും എന്നൊരു ഒരു ചിന്താഗതി എൻ്റെ മനസ്സിൽ കടന്നു വന്നു. അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ ഒരു പ്രേക്ഷിത പ്രവർത്തകൻ എന്നുള്ള രീതിയിലേക്ക് ഉള്ളൊരു ജീവിത മാറ്റം, പരിണാമം അവിടെ സംഭവിക്കുകയാണ് അല്ലേ? സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഒരു മനുഷ്യനിൽ വരുന്ന വ്യതിയാനം. ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റമാണ്. തുടർന്ന് The incredible journey of Jomanjani will continue. The Faith Warriors Ministry invites you to stay tuned as we unveil the next chapter of his life events. A special thanks to Sean Thomas for capturing this video.